ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഫ്രൈഡ് റൈസ്, ഗീ റൈസ് അല്ലെങ്കിൽ പൊറോട്ട എന്തിനൊപ്പവും കഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് എല്ലോട് കൂടിയോ അല്ലെങ്കിൽ ബോൺലെസ് ആയിട്ടോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് കറിക്ക് കളറൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത് തന്നെ എടുക്കാൻ നോക്കുക. അതൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ. വിനെഗർ 1/2 ടേബിൾ സ്പൂൺ. ഒരു മുട്ട പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ. മൈദ 2 ടേബിൾ സ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടുള്ള ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വശവും ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വശം റെഡി ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു വലിയ സവാള വലുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കുക. അതും ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കവും വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കണം. സ്പ്രിംഗ് ഓനിയൻ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. സ്പ്രിംഗ് ഓനിയനും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം.
2 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. സോസുകളൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പസമയം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സോസുകളുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്ത് ചിക്കൻ ഗ്രേവിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി ചിക്കനിൽ നന്നായി കോട്ടായി വരണം, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോസുകളിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഗ്രേവി കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചില്ലി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ചിക്കൻ പീസസിൽ നന്നായി കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചില്ലി ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.